വരൂ. ഇരിക്കാൻ. എന്റെ മമ്മിയാണ്. എന്താ കുഞ്ഞിന്റെ പേര്? മായ. എവിടത്തെയാ? കൃഷ്ണപുരം തമ്മിയെന്നാളുടെ മകളാ. നിങ്ങൾ തമ്മിൽ വഴക്കാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്തിനാ കരയുന്നത്? എല്ലാം തുറന്നു പറയാനാണ് ഞാൻ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. മായയുടെ അച്ഛൻ ഇവളെ മറ്റാർക്കോ കല്യാണം കഴിച്ചു കൊടുക്കാൻ പോകുന്നു. അത് നടക്കില്ല. നടന്നാൽ ഞാൻ ജീവിക്കില്ല. മമ്മി, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ. ബാബു, ഇവിടെ വരൂ. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? മമ്മി, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്. എന്നെ കൂടാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് അവളും പറയുന്നു. എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവൾ എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? മോനെ, പെട്ടെന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ മായ ബുദ്ധിമോശമെല്ലാം കാണിച്ചെന്നിരിക്കും. അത് ഞാൻ സഹിക്കില്ല. പിന്നെ മമ്മിക്ക് ഇങ്ങനെ മകനുണ്ടായില്ല. ബാബു, ശരി വാ. കുഞ്ഞെ, ഈ വീട്ടിൽ നിന്ന് ആരും ഇഷ്ടപ്പെടാതിരിക്കില്ല. പക്ഷെ നിങ്ങൾ മോഹിച്ച കാര്യം നടക്കണമെങ്കിൽ ആദ്യം നിന്റെ അച്ഛന്റെ സമ്മതം വാങ്ങിക്കണം. നമുക്ക് ആലോചിക്കാം. കുഞ്ഞിപ്പോ വീട്ടിലേക്ക് പോവും. ബാബു, മമ്മി ഉറപ്പ് തന്നാലേ ഞാൻ ഇവളെ തിരിച്ചുകൊണ്ടുപോകും. ഈ വക കാര്യങ്ങൾ ഉറപ്പിക്കേണ്ടത് വീട്ടിലെ സ്ത്രീകളല്ല, പുരുഷന്മാരാണ്. ഇവിടെ ഒരാളുണ്ടല്ലോ, അദ്ദേഹം വരട്ടെ. മകന്റെ സാക്ഷ്യത്തിന് വഴങ്ങി നീ എന്നെ നിർബന്ധിക്കരുത്. തമ്പിയുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. ഞാൻ അയാളെ കാണാൻ പോവില്ല. അയാളുമായി യാതൊരു ബന്ധവും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ബാബു ഇഷ്ടപ്പെടുന്നത് അവളെയാണ്. അവരുടെ വിവാഹം നടത്തിയില്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെടും. അപ്പോ എന്റെ നില മറന്ന് നിന്റെ മകനെ മാത്രമേ നീ കാണുന്നുള്ളല്ലേ? ബാബുവിന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ നിങ്ങളെ കാണുന്നത്. ആ നിലയ്ക്ക് അവൻ എന്റെ മകൻ മാത്രമല്ല, നിങ്ങളുടെയും മകനാണ്. അവന്റെ ദുഃഖം നിങ്ങൾക്ക് സഹിക്കാനാവില്ല. സുമതി, കരയരുത്. ഞാൻ പോകാം. വരണം വരണം. എടാ ഗോപാല, ആരാ വന്നിരിക്കുന്നെന്ന് നോക്കി. കള്ള കഴിവേറി. നാട്ടിലെ പ്രമാണി വീട്ടിൽ കയറി വന്നാൽ ആദരിച്ച് സ്വീകരിക്കണമടാ. പക്ഷെ തമ്പി, ആ പാവത്തിന് ബുദ്ധിമുട്ടിക്കണമെന്നില്ല. വലിയ സ്വീകരണമൊന്നും പ്രതീക്ഷിച്ചല്ല ഞാനിവിടെ വന്നത്. എന്നാലും ഞാൻ എന്റെ മര്യാദ കാണിക്കണമല്ലോ. വരണം, ഇരിക്കണം. ചില കാര്യങ്ങളിൽ നാം തമ്മിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് എനിക്ക് അല്പം സംസാരിക്കേണ്ടിയിരിക്കും. ബാബുവിന് നിങ്ങളുടെ മകളെ ഇഷ്ടമാണ്. വളരെ നല്ലത്. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളാവുമ്പോ ഏത് ചെറുപ്പക്കാരനും പെട്ടെന്ന് ഇഷ്ടം തോന്നും. ആ പയ്യനെ കുറ്റം പറയാൻ ഒക്കുകയില്ല. കാണാൻ കൊള്ളാമെന്നുള്ള ചെറുപ്പക്കാരനായതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ മകൾക്കും അവനെ ഇഷ്ടമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓ, ആ നിലയ്ക്ക് പറയണം. നമ്മുടെ പിണക്കം നമ്മുടെ കുട്ടികളെ ബാധിക്കരുത്. തെറ്റും കുറ്റവും രണ്ടു ഭാഗത്തും ഉണ്ടായിരിക്കാം. ഈ ബന്ധം കൊണ്ട് നമുക്കത് തിരുത്താം. ഏത് ബന്ധം? ബാബുവിന് വേണ്ടി നിങ്ങളുടെ മകളെ വിവാഹം ആലോചിക്കാനാണ് ഞാൻ വന്നത്. പറഞ്ഞു വന്നപ്പോൾ അത് മനസ്സിലായി. പക്ഷെ ഒരു സംശയം. ആ ചെറുക്കൻ നിങ്ങളുടെ ആരാ? അവനെന്റെ ഭാര്യയുടെ മകൻ അല്ലേ? അതോ വെപ്പാട്ടിയുടെ മകനോ? തമ്പി, ക്ഷോഭിക്കണ്ട. നാട്ടാചാരപ്രകാരം വിവാഹം കഴിച്ചവരല്ലല്ലോ നിങ്ങൾ, ആണോ? അവളുടെ ഭർത്താവ് ഉദ്യോഗസ്ഥൻ എന്ന പദവി അല്ലാതെ അന്തസ്സുള്ള ഈ തറവാട്ടിൽ വന്ന് പെണ്ണന്വേഷിക്കാൻ തനിക്ക് എന്ത് യോഗ്യതയാണോ? എന്റെ യോഗ്യത മറന്ന് ഞാൻ വന്നത് ബാബുവിനെ ഓർത്ത് മാത്രമല്ല. അവനെ കല്യാണം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ ജീവൻ ഒടുക്കുമെന്ന് പറഞ്ഞ് തന്റെ മകളെ കൂടി ഓർത്താണ്. അവളുടെ കാര്യം അന്വേഷിക്കാൻ ഞാനുണ്ട്.
എന്റെ മകൾ അങ്ങനെ ആരും കുതിക്കണ്ട. വേണ്ട. നേരും നെറിയുമില്ലാത്ത തന്നെക്കാൾ മാനവും കഴിവുമുള്ളവരുടെ വീട്ടിൽ നിന്ന് അവനൊരു പെണ്ണിനെ കിട്ടുമെന്ന് ഞാനും നോക്കട്ടെ. പോയി അന്വേഷിക്കേ.